പ്രിയമുള്ളവരെ, ക്രിസ്മസ് ശൂന്യവിളക്കത്തിന്റെ കഥ പറയുന്ന ഉത്സവമാണ്. സ്വർഗത്തിലെ സന്തോഷവും സമാധാനവുമായിരുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവ് കാണിച്ച ഏറ്റവും വലിയ ദയയാണ് ശൂന്യവൽക്കരണം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒരുപോലെ സഫലമായ ഉത്സവമാണ് ക്രിസ്മസ്. പിതാവായ ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു മനുഷ്യകുലത്തിന്റെ രക്ഷ. ഈ രക്ഷ നേടിയെടുത്ത സുദിനമാണ് ക്രിസ്മസ്. നീതിമാനായ യോസേഫിന് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് സ്വപ്നത്തിലൂടെയാണ്. ദാവീദ് പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന സ്വപ്ന സന്ദേശം ശിരസ വഹിച്ച് അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചിരുന്നത് പോലെ പ്രവർത്തിച്ചു. ദൈവിക സ്വപ്നങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കും സാധിക്കണം. ജീവിതത്തിൽ നല്ല നാളുകൾ ദൈവ സ്വപ്നത്തിലൂടെ നമുക്കും വെളിപ്പെടുത്തി തരും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതുതന്നെയാണല്ലോ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ഈ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത ക്രിസ്തുവിലുള്ള വിശ്വാസം. കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ കാലയളവിൽ ദൈവവുമായി, മനുഷ്യരുമായി, പ്രകൃതിയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുകൾക്ക് സമാധാനം എന്നാലപിച്ച മാലാഖമാരുടെ സ്തോത്രഗീതം ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹപൂർവ്വം എല്ലാവർക്കും ക്രിസ്മസിന്റെ 1000 മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു.